ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ഗൂഗിൾ വർക്ക് സ്പേസിലെ മറ്റൊരു ആപ്ലിക്കേഷനായ ഗൂഗിൾ വൺ എന്നുള്ള ഒരു ആപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് അറിയാം ഗൂഗിൾ നമുക്ക് കുറച്ച് ഫ്രീ സ്റ്റോറേജ് സ്പേസ് തരുന്നുണ്ട്. ഗൂഗിൾ ഡ്രൈവ് വഴി നമുക്ക് ആ സ്റ്റോറേജ് യൂസ് ചെയ്യാം. ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് നമ്മുടെ ഫയൽസ് അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ നമുക്ക് സേവ് ചെയ്യാം. ആ, അതുപോലെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാനും എല്ലാം പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അതുപോലെ ഗൂഗിൾ ഫോട്ടോസ് ഉണ്ട്. ഗൂഗിൾ ഫോട്ടോസ് വഴി നമ്മുടെ മൊബൈലിലെ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലെ ഫോട്ടോസ് എല്ലാം നമുക്ക് ഷെയർ ചെയ്യാനും അതുപോലെ സേവ് ചെയ്ത് വെക്കാനും ഒക്കെ നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് 15 GB ഫ്രീ സ്റ്റോറേജ് ആണ് നമുക്ക് ഗൂഗിൾ നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ അതേ ആ സ്റ്റോറേജിൽ തന്നെ നമ്മൾ എത്രത്തോളം നമ്മൾ ആ സ്റ്റോറേജ് ഉപയോഗിച്ചു, അതുപോലെ നമ്മുടെ സ്റ്റോറേജ് തീരാറായോ എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ വൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നമ്മുടെ ആപ്സിലുണ്ട്. അപ്പോൾ ഗൂഗിൾ വൺ നമുക്കിതുപോലെ ആപ്സിൽ നിന്ന് കിട്ടും. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്താൽ മതി. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോ ആണ് വരുന്നത്. അപ്പം അതിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇതിൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞ് കാണിക്കും, അതുപോലെ ബാക്കപ്പ്, ക്ലീൻ അപ്പ് സ്പേസ്, ഡാർക്ക് വെബ് റിപ്പോർട്ട്. ഇപ്പോൾ സ്റ്റോറേജിൽ അതിൻ്റെ അനാലിസിസ് ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ ഒരു സ്റ്റോറേജാണ്, 7% മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഏതിലൊക്കെയാണ് എവിടെയൊക്കെയാണ് നമ്മൾ നമ്മുടെ സ്റ്റോറേജ് സ്പേസ് യൂട്ടിലൈസ് ചെയ്തത് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ സ്റ്റോറേജ് എന്നുള്ളൊരു ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെയാണ് സ്പേസ് സ്റ്റോറേജ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എൻ്റെ റൈറ്റ് സൈഡിൽ ഈ ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച ആ ഫയൽസ്, അതുപോലെ ഏറ്റവും കൂടുതൽ ഏതിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഉപയോഗിച്ച ഫയൽസും കാര്യങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതാണ് ഈ ഗൂഗിൾ വൺ ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 15 GB കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പ്ലാൻസും അവിടെ ഗൂഗിൾ തന്നെ തരുന്നുണ്ട്. നമുക്ക് 100 GB ഒരു പ്ലാൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് പ്ലാൻസ് ഉണ്ട്. അതുപോലെ പ്രീമിയം 2 TB വരെ കിട്ടുന്നൊരു പ്രീമിയം പ്ലാൻ ഉണ്ട്. അപ്പോൾ 15 GB ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം, വേറൊരു പ്ലാനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അല്ല, നമുക്ക് മറ്റൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും നമുക്കൊരു 15 GB ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയ ഒരു വീഡിയോ ആണ്. ഗൂഗിൾ വൺ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ്റെ ഒരു യൂസേജസ് ആണ്. പലരും ഈ ഒരു ആപ്ലിക്കേഷൻ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് ഉപയോഗപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.